ഹലോ ഗൈസ്, അപ്പം എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ സിറ്റിയിലൂടെ ട്രാവൽ ചെയ്യാനാണോ അതോ ഗ്രാമങ്ങളിലൂടെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം? നിങ്ങൾക്ക് ഗ്രാമങ്ങളിലൂടെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ്. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലാൻ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് സിറ്റീസിലൂടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് കുട്ടനാട് താലൂക്കിലൂടെയാണ്. അതായത് കുട്ടനാട് താലൂക്കിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, രണ്ട് സൈഡും പുഴകളാണ്. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ചമ്പക്കുളം എന്ന് പറഞ്ഞ ഏരിയയിലൂടെയാണ്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രണ്ട് സൈഡും പുഴകളാണ്. ഞാൻ ആ വ്യൂ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് ഈ വഴി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. ഞാൻ നേരത്തെയും ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ വന്നിട്ടുള്ളത് സ്കൂട്ടിയിലായിരുന്നു, പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ബൈക്കിൽ തന്നെ ഇതുവഴി വരണം. അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്തരം ട്രാവൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചമ്പക്കുളത്ത് തന്നെയാണ്. ഇനി ഇവിടുന്ന് നേരെ നെടുമുടി എത്തിയിട്ട് അവിടുന്ന് AC റോഡിലോട്ട്, അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത കാഴ്ചകൾ. കൊയ്ത്ത് കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാൻ രസമുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഈ വഴി വന്നപ്പോൾ നല്ല രീതിയിൽ വയലുകളുണ്ടായിരുന്നു രണ്ട് ഭാഗത്തും. അന്ന് മഴ കുറവാണ്, പക്ഷെ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ വയലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഇതുപോലെയല്ല, ഇതിനേക്കാളും നല്ല രസമായിട്ടുണ്ടായിരുന്നു. എനിക്കിതുപോലെ ഡയറക്റ്റ് ഡ്രൈവ് മാത്രമല്ലാതെ ഓരോ സ്ഥലത്തും നിർത്തി ചെയ്യണമെന്നുണ്ട്. പക്ഷെ സോളോ റൈഡ് ആകുമ്പോൾ അതാണ് ഒരു പ്രശ്നം. പക്ഷെ എൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഓരോ സ്ഥലത്തും നിർത്തിയിട്ടുള്ള വീഡിയോസ് മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ആലപ്പുഴയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി വഴിയായിരുന്നു. അതായത് ഡയറക്റ്റ് ഹൈവേ വഴിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് വന്നത് എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാസ്റ്റ് വീഡിയോ. പക്ഷേ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതുവഴി വന്നത്. അത് മാത്രമല്ല, അന്ന് ഈവനിങ് ടൈം ആയിരുന്നു, അപ്പോൾ ഏകദേശം ഇരുട്ടാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഞാൻ ഉച്ചയ്ക്കാണ് പുറപ്പെട്ടത്, അപ്പോൾ എനിക്കൊരു 5 മണിക്കൂറോളം സമയമുണ്ട് വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. അത് മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല, മെല്ലെ പോയാലും മതി. ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഇടാനാണ് ശ്രമിക്കുന്നത്. ഒരു പാർട്ടായിട്ട് ഇട്ടാൽ ഓൾമോസ്റ്റ് 30 മിനിറ്റിന് മുകളിലുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നില്ല അത്രയും സമയം. അപ്പം ഞാൻ മാക്സിമം 15 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ഇപ്പം ഇടാൻ നോക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള റെസ്പോൺസ് അനുസരിച്ചിട്ടും ലെങ്ത്ത് കൂട്ടണോ വേണ്ടോ. മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ട് തന്നെ ഇപ്പോൾ ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് പുറപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും നല്ല വെയിലുണ്ട്. വെയിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാഴ്ചകളൊന്നും. വെയിലുണ്ടായിട്ട് കൂടിയും ഇപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ വെയിലില്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ റോഡ് നല്ല റോഡാണെങ്കിലും പക്ഷെ വീതി കുറവാണ്. അപ്പം മാക്സിമം നമ്മൾ നോക്കിയിട്ട് വേണം ഓടിക്കാൻ, കാരണം ഒരുപാട് വളവും ഉള്ള റോഡാണ്.
അപ്പോൾ ഞാൻ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല, ചെറിയ സ്പീഡിലേ പോകുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ ഇറങ്ങാം. ഇനി കുറച്ച് വെള്ളം കുടിക്കാനുണ്ട്, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാനുണ്ട്. വെയിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ മരം കണ്ടു, അവിടെ നിർത്തിയിട്ടു. കുറച്ച് സമയം എന്തായാലും ഇനി ഇവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ വെള്ളം കുടിച്ചു. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. വെയിലില്ലാതെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് എത്തി. ഇനി കുറച്ച് സ്ട്രെയിറ്റ് പോകാനുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കണം. നമുക്ക് നല്ല സ്ട്രെയിറ്റ് വിടാം. MC റോഡ് അത്യാവശ്യം മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കഴിയാനുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് തന്നെ മഴ പെയ്താൽ തന്നെ റോഡ് മൊത്തം വെള്ളം മുങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമുക്കിനി നെക്സ്റ്റ് പോകേണ്ടത് വെളിയനാടാണ്. നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് കുട്ടനാടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പം വെളിയനാട് പോകണം. കുറച്ചായിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കാനുണ്ട്. ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. എനിക്കൊന്ന് ഈ ലെഫ്റ്റാണ്. അതെ, ഇനി നേരെ സ്ട്രെയിറ്റ് വെളിയനാട്. അവിടെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ ആണെന്ന് തോന്നുന്നു കുട്ടനാടിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ളത്. കാരണം ഇവിടെ ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ പുഴകളായിരുന്നു. കുറച്ചുകൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡിലേക്ക് മുഴുവൻ കയറുമായിരുന്നു. സൂപ്പർ, ഇത് തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ വെള്ളമുണ്ട്. ശരിക്കും ഒരു പുഴേൻ്റെ നടുവിലൂടെ പോകുന്ന ഫീലാണ്. ഇതുപോലെ തന്നെ കുറേ സമയമുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടൊരു മരമുണ്ട്. അന്ന് ഞാനവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അത് കുറേ മാസമായി തോന്നുന്നു ഞാൻ ഇതുവഴി അന്ന് വന്നിട്ട്. അന്ന് അവിടെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നോക്കി ഇന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് മെല്ലെ പോവാം. സൂപ്പർ. ഇതൊക്കെയാണ് സോളോ ട്രിപ്പ്. ഒരു പ്രത്യേക അനുഭവമാണ്. അത് തന്നെ, ഈ മരമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റോഡ് കൂടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബായിരിക്കും. ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് വെച്ചാൽ നല്ല കാറ്റുണ്ട്, നല്ല വൈബാണ്. കുറച്ച് സമയം ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്ത് മെല്ലെ ഇനി പോവാം. ഇനി അടുത്തത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അടുത്ത പാർട്ടായിട്ട് ഇടാം. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്ക് കാണാനും മടുപ്പായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.